ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നുവെന്ന് CPI ജില്ലാ സമ്മേളന റിപ്പോർട്ട്. ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ച സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പരാജയപ്പെട്ടു. വർഗീയ ശക്തികളുടെ വോട്ടുകൾ BJPക്ക് ലഭിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സൂരജ് സജി തൃശൂരിൽ ചെയ്യുന്നു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആരുടെ പെട്ടിയിലെ വോട്ടാണ് കുറഞ്ഞതെന്ന ആരോപണം പഴിചാരലും പരസ്പരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കുറ്റസമ്മതം കൂടി സ്വന്തം പെട്ടിയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടെന്ന് സിമ്പിളായി എങ്ങനെ തോറ്റുവെന്നാണ് CPI വിലയിരുത്തുന്നത്. ഒപ്പം ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചും പരാമർശം. വിവരങ്ങൾ സുഹേൽ, തീർച്ചയായും അതായത് CPIയെ സംബന്ധിച്ച് ഒരു ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂരിലെ തോൽവി തന്നെയാണ് അതിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. കാരണം സുനിൽകുമാറിനെ പോലൊരു ജനകീയനായ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മത്സരത്തിനെത്തുമ്പോൾ അവർ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിച്ചിരുന്ന ഒരു സീറ്റായിരുന്നു തൃശ്ശൂരിലേത്. അവിടെ ഉണ്ടായ തോൽവിയെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ CPI കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: ബൂത്ത് പ്രാഥമികമായി ചെയ്യേണ്ടിയിരുന്ന ഈ ബൂത്ത് തലങ്ങളിൽ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. ബൂത്ത് കമ്മിറ്റികളിൽ വോട്ട് ചേർക്കണമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിൽ ഒരു നടപടി ഉണ്ടായില്ല. ഘടകങ്ങളിൽ പലതും ഈ ഉത്തരവാദിത്വത്തോടു കൂടി ഈ കാര്യങ്ങൾ നിർവഹിച്ചില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലുണ്ടായ വീഴ്ചകൾ, അത് പലതരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെല്ലാം ഗൗരവത്തോടു കൂടി കാണണം. ഈ സാമ്പ്രദായിക രീതിയിലുള്ള LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തണം എന്നൊരു നിർദ്ദേശം കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലുടനീളം BJPക്കാർ കൃത്യമായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് 5 കൊല്ലത്തോളം സുരേഷ് ഗോപി വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പേജുകളും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളും വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചു. അത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സജീവമായ പ്രവർത്തനം മുന്നോട്ട് വെക്കാൻ LDFനായില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കേരളത്തിലെത്തി മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തിയത് ഈ തൃശ്ശൂരിലടക്കം ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ ഇടയാക്കി. കേന്ദ്ര ഏജൻസികളെ ചൂണ്ടിക്കാട്ടി വ്യവസായികളെ ഭീഷണിപ്പെടുത്തി വലിയ തോതിൽ BJP പണമൊഴുക്കി എന്നുള്ളത് കൂടി ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അല്പം മുമ്പ് CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായി കൃത്യമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി LDFന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് VS സുനിൽകുമാർ തൃശ്ശൂരിൽ തോറ്റത് എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം അത് ഇത്തവണ BJPയിലേക്ക് പോയി. ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന സ്ത്രീ വോട്ടർമാരുടെ അടക്കം വോട്ടുകൾ ലഭിച്ചത് NDAക്കാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുഹേൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിലെ അഴിമതി അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു എന്നുകൂടി CPI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുഹേൽ, തോറ്റത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളാണ് CPI ഇപ്പോൾ ഉയർത്തുന്നത്. സ്വയം വിമർശനത്തിൽ ഈ സ്വന്തം കോട്ടയിലെ വോട്ട് കുറഞ്ഞത് മുതൽ ക്യാമ്പയിനിങ്ങിൽ സ്വീകരിച്ച പിഴവുകളടക്കം, അങ്ങനെ സർക്കാർ വിരുദ്ധ വികാരമടക്കം ഒരുപാട് കാര്യങ്ങൾ തോൽവിക്ക് കാരണമായെന്ന വിലയിരുത്തലാണ് CPI ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്.